പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോയാബീൻ ചോറ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ അത് പൊന്നിയരിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് അരിയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ പൊന്നിയരിയിൽ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നെയ്യിൽ വറുക്കണം കേട്ടോ. ഒന്ന് വറുത്തെടുക്കുക, അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ട് കുക്കർ ചൂടായാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഏലയ്ക്ക, ഒരു പട്ടൻ്റെ 2 തുണ്ടാക്കുക, പിന്നെ കറാമ്പൂ 2-3 എന്നിവയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കുക, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ച നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇടണ്ട, അതിട്ടാൽ മതി, അതിട്ട് കൊടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നുറുക്കിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട കടല ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതിലിടുകയാണ്. അതും ഇടാം. വെജിറ്റബിൾസൊക്കെ ഉള്ളതൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, അപ്പോൾ നമ്മൾ എത്ര അരി എടുത്ത് അതിന് കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് കുക്കറിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പിടുക, നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ വറുത്ത അരി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടണം, വേറെ ഒരു മസാലപ്പൊടിയും വേണ്ട. ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് അത് റെഡിയാകാൻ വയ്ക്കാം. അങ്ങനെ കുക്കർ തുറന്നിട്ട് നമുക്ക് നമ്മുടെ സൂപ്പർ സോയാബീൻ ചോറ് റെഡിയായിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, ലഞ്ച് ബോക്സിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചോറാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അയാനുവിനെ അതൊക്കെ ആക്കിയിട്ട് കെട്ടിക്കൊടുത്തു, അവനങ്ങനെ സ്കൂളിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.